Good morning to all. Good morning, ma'am. Morning. Okay, start ചെയ്യാം നമുക്ക്. Start with prayer. Prayer. Dear God, thank you for giving us a new day. Fill our minds with wisdom and our hearts with kindness. Help us to learn, listen, and do our best. Amen. Then, thought of today or signing. Good morning, everyone. I am Shruti Suresh, and today's thought. I believe the world is one big family, and we need to help each other. Thank you all. Thank you, ma'am. Okay. Ma'am, signing. Good morning, everyone. I am Ophelia, and it gives me great joy to warmly welcome you all to today's class. I wish that today will be a day filled with freshness, happiness, and positive energy. To begin, let us start with a beautiful prayer by Rechu. I extended a warm welcome to our respected teacher Ashwati ma'am, who will be handling today's class. I also welcome all my enthusiastic and energetic classmates. I hope you will all remain active, participate thought of the day. Shruti Suresh, thank you, ma'am. Thank you all. Okay. So once again, good morning to all. And how are you all? Have you had your breakfast? Yes, ma'am. Yes, ma'am. Okay. So now we move on the next portion. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിൽഡ്രൻസ് ചെയ്യായിരുന്നു അല്ലെ? അപ്പൊ അതിന്റെ ടോപ്പിക് നമ്മൾ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? സെമിനാർ ഉണ്ട് മാം. സെമിനാർ അല്ല, ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട്. കൗൺഗേഡ് അല്ലെ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക്, ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, ആരൊക്കെയാണ്? എനിക്ക് 13 കൺകോഡ് റൂള് 13-14 എനിക്കാണ് മാം. ഓക്കെ, അതിന് മുൻപൊക്കെ ആർക്കാണ്? 11th and 12th. ഐ തിങ്ക് 5 മുതലല്ലേ? No, ma'am. 11 മുതൽ. 11 മുതലാണ്. 11 തുടങ്ങി 24 വരെ. യാ, ഓക്കെ. അപ്പൊ ആരാണ് 11, 12? 11, 12 ഞാനാണ് മാം. ഓക്കെ, അപ്പൊ ആ ഓർഡറിൽ അങ്ങോട്ട് ക്ലാസ് എടുത്ത് പോട്ടോ. ഓക്കെ, ഞാൻ ആരാണെന്ന് ചോദിക്കണില്ല, അറിയാലോ എല്ലാവർക്കും, നമ്പേഴ്സ് എല്ലാവർക്കും അറിയാലോ. സോ അതേപോലെ ക്ലാസ് എടുത്ത് പോട്ടോ. അശ്വതിയുടെ എനിക്ക് അറിയില്ല ഏതാ റൂൾ നമ്പർ, പക്ഷെ അശ്വതി ഇന്ന് ഉണ്ടാവില്ല. അവരെ അമ്മ മാല ഇട്ടിരിക്കുക, അപ്പൊ കെട്ട് നിറയ്ക്കാൻ പോയിരിക്കുക. അപ്പൊ പറയാൻ പറഞ്ഞു. അശ്വതി 15th and 16th ആണ് തോന്നുന്നു. അശ്വതി 15-16 ആയിരുന്നു. 15, 16. ഓക്കെ, നമുക്ക് എടുക്കാം. അതൊഴിച്ച് ബാക്കിയെല്ലാം പറഞ്ഞു പോട്ടോ. നമുക്ക് അശ്വതി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ സപ്പോസ് ഞാൻ ക്ലാസ് എടുക്കാം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. 11, 12. Good morning, ma'am, and good morning, everyone. Today, I am discussing about the rule, 11th and 12th rule in conjugate. When a lot of, most of, some of, the greater part of is followed by a plural noun, a plural verb is used. അതായത് a lot of അല്ലെങ്കിൽ most of, some of, the greater part of എന്നീ ഫ്രേസസിന്റെ കൂടെ ഒരു പ്ലൂറൽ നൗണിന്റെ കൂടെയാണ് ഈ ഫ്രേസസ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ വെർബ് ആയിരിക്കും. അതായത് ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, സം ഓഫ്, ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് എന്നിങ്ങനെയുള്ള ഫ്രേസസ് ഒരു പ്ലൂറൽ നൗണിന്റെ കൂടെയാണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഒരു പ്ലൂറൽ വെർബ് ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ലോട്ട് ഓഫ് ബുക്സ് ആർ മിസ്സിംഗ് ഫ്രം ദി ഷെൽഫ്. എ ലോട്ട് ഓഫ് ബുക്സ് എന്ന് പറയുമ്പോൾ എ ലോട്ട് ഓഫ് എന്ന് പറയുന്ന ഫ്രേസ് അവിടെ വന്നിട്ടുണ്ട്. ബുക്സ് എന്ന് പറയുന്ന ഒരു പ്ലൂറൽ നൗണിന്റെ കൂടെയാണ് ലോട്ട് ഓഫ് എന്ന് പറയുന്ന ഫ്രേസ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് അവിടെ യൂസ് ചെയ്തേക്കുന്ന ആർ എന്ന് പറയുന്ന പ്ലൂറൽ വെർബാണ്. എ ലോട്ട് ഓഫ് ബുക്സ് ആർ മിസ്സിംഗ് ഫ്രം ദി ഷെൽഫ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ, സം ഓഫ് ദി സ്റ്റുഡൻസ് ഹാവ് ബീൻ സസ്പെൻഡഡ് ഫ്രം ദി കോളേജ്. സം ഓഫ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസിന്റെ കൂടെ സ്റ്റുഡൻസ് എന്ന് പറയുന്ന പ്ലൂറൽ നൗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്നത്. സോ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് പ്ലൂറൽ വെർബാണ്. അതുകൊണ്ടാണ് ഹാവ് ബീൻ എന്ന പ്ലൂറൽ വെർബ് വന്നത് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സം ഓഫ് ദി സ്റ്റുഡൻസ് ഹാവ് ബീൻ
suspended from the college. Next example. The greater part of the mangoes are good. The greater part of എന്ന് പറയുന്ന ആ ഒരു ഫ്രേസിന്റെ കൂടെ മാംഗൂസ് എന്ന് പറയുന്ന പ്ലൂറൽ നൗൺ ആണ് വന്നത്. സോ നമ്മളവിടെ പ്ലൂറൽ വെർബാണ് ആർ എന്ന് പറയുന്ന പ്ലൂറൽ വെർബാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് ദി മാംഗൂസ് ആർ ഗുഡ്. ഒന്നുകൂടെ പറയാം. ദ ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, സം ഓഫ്, ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് എന്ന ഫ്രേസസ് ഒരു പ്ലൂറൽ നൗണിന്റെ കൂടെ ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുന്നത്. അതിൽ വേറൊരു പോയിന്റും കൂടി പറയുന്നുണ്ട്. But only a singular verb is used when these words are followed by an uncountable noun. ഒരു സിംഗുലർ വെർബ് നമ്മൾ യൂസ് ചെയ്യും എപ്പോഴാണ് ഈ വേർഡ്സ് എല്ലാം ഒരു അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്തായാലും സിംഗുലർ വെർബ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് എ ലോട്ട് ഓഫ് മണി വേസ്റ്റഡ് ഓൺ ലോട്ടറി ടിക്കറ്റ്. എ ലോട്ട് ഓഫ് മണി വാസ് വേസ്റ്റഡ് ഓൺ ലോട്ടറി ടിക്കറ്റ്. എ ലോട്ട് ഓഫ് എന്ന വാക്കിൻ്റെ കൂടെ മണി എന്ന് പറയുന്നുള്ള അൺകൗണ്ടബിൾ നൗൺ ആണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് വാസ് എന്ന് പറയുന്ന സിംഗുലർ വെർബാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ. മോസ്റ്റ് ഓഫ് ദി വീറ്റ് സീംസ് ഗുഡ്. മോസ്റ്റ് ഓഫ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസിന്റെ കൂടെ വീറ്റ് എന്ന് പറയുന്ന അൺകൗണ്ടബിൾ നൗൺ ആണ് വന്നിരിക്കുന്നത്. സോ അവിടെ സീംസ് എന്ന് പറയുന്ന സിംഗുലർ വെർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ. The greater part of the water was used for irrigation. The greater part of എന്ന് പറയുന്ന ഫ്രേസിന്റെ കൂടെ വാട്ടർ എന്ന് പറയുന്ന അൺകൗണ്ടബിൾ നൗൺ വന്നതുകൊണ്ട് അവിടെ സിംഗുലർ വെർബായിട്ടുള്ള വാസ് എന്ന് പറയുന്ന അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഒന്നുകൂടെ പറയാം. അത് അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ് ഈ വേർഡ്സ് എല്ലാം ഈ ഫ്രേസസ് വരുന്നത്. ഫ്രേസസ് എന്ന് പറഞ്ഞാൽ ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, സം ഓഫ് ആൻഡ് ഗ്രേറ്റർ പാർട്ട് ഓഫ് എന്ന ഫ്രേസസ് ഒരു അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ് വരുന്നതെങ്കിൽ നമ്മളവിടെ സിംഗുലർ വെർബ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതാണ് 11th റൂള് പറയാനുള്ളത്. നെക്സ്റ്റ് 12th റൂളാണ്. വെൻ എ വേർഡ്സ് റെഫറിംഗ് ടു മണി, ഡിസ്റ്റൻസ്, വെയിറ്റ്, ടൈം എക്സെട്ര ആർ ടേക്കൺ ആസ് എ യൂണിറ്റ് വി മസ്റ്റ് യൂസ് എ സിംഗുലർ വെർബ്. അതായത് ഒരു മണിയുടെ കാര്യം അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, ടൈം, വെയിറ്റ് എന്നിങ്ങനെയുള്ള കോൺസെപ്റ്റുകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ സിംഗുലർ വെർബ് ആയിരിക്കും. സിംഗുലർ വെർബ് നിർബന്ധമായിട്ടും യൂസ് ചെയ്തിരിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ 100 rupees ഈസ് നോട്ട് എ ബിഗ് എമൗണ്ട്. 100 rupee എന്ന് പറയുന്ന ഒരു മണി എന്നൊരു കോൺസെപ്റ്റ് ആണ് 100 rupee എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് ഈസ് എന്ന് പറയുന്ന സിംഗുലർ വെർബാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എ 100 rupees ഈസ് നോട്ട് എ ബിഗ് എമൗണ്ട്. നെക്സ്റ്റ് എക്സാമ്പിൾ. 8 hours ഓഫ് വർക്ക് ഈസ് കമ്പൽസറി. 8 hours എന്ന് പറയുന്ന ടൈം കോൺസെപ്റ്റ് അവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈസ് എന്ന് പറയുന്ന സിംഗുലർ വെർബ് യൂസ് ചെയ്തു. 8 hours ഓഫ് വർക്ക് ഈസ് കമ്പൽസറി. നെക്സ്റ്റ് എക്സാമ്പിൾ. 50 kilometers ഈസ് എ ലോങ് ഡിസ്റ്റൻസ്. 50 kilometers എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന കോൺസെപ്റ്റ് അവിടെ യൂസ് ചെയ്തപ്പോൾ ഈസ് എന്ന് പറയുന്ന സിംഗുലർ വെർബ് യൂസ് ചെയ്തു. 50 kilometers ഈസ് എ ലോങ് ഡിസ്റ്റൻസ്. നെക്സ്റ്റ് വൺ. 5 kilos ഓഫ് വെജിറ്റബിൾസ് ഹാവ് ബീൻ ഓർഡർഡ്. 5 kilos എന്ന് പറയുന്ന വെയിറ്റിന്റെ ഒരു കോൺസെപ്റ്റ് അവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഹാസ് ബീൻ എന്ന് പറയുന്ന സിംഗുലർ വെർബ് യൂസ് ചെയ്തു. 5 kilos ഓഫ് വെജിറ്റബിൾസ് ഹാവ് ബീൻ ഓർഡർ. 12th റൂൾ ഒന്നുകൂടെ പറയാം. വെൻ വേർഡ്സ് ആർ റെഫറിംഗ് ടു മണി, ഡിസ്റ്റൻസ്, വെയിറ്റ് എക്സെട്ര ആർ ടേക്കൺ ആസ് എ യൂണിറ്റ് വി മസ്റ്റ് യൂസ് എ സിംഗുലർ വെർബ്. അതായത് മണി അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, വെയിറ്റ്, ടൈം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ സിംഗുലർ വെർബ് നിർബന്ധമായിട്ടും യൂസ് ചെയ്തിരിക്കണം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒന്നുകൂടെ പറയണോ? എക്സാമ്പിൾസ് ഒന്നും കൂടി പറഞ്ഞുതരാവോ? എഴുതിയെടുക്കാനാ? പറയണോ? എഴുതിയെടുക്കാനാണോ? അതെ അതെ. ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. 11th റൂളിന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. എ ലോട്ട് ഓഫ് ബുക്സ്. 11th റൂള് പറയണോ? എഴുതാനായിട്ട് പറയണോ? ആദ്യം പറയുന്നതൊക്കെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് ആണോ? അതെ അതെ അതെ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിക്കോളാം. ടെക്സ്റ്റിലുള്ളതാണെങ്കിൽ വേണ്ട. ടെക്സ്റ്റിലുള്ളത് തന്നെയാ. വേറെ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ പറഞ്ഞത്? പറഞ്ഞതുവരെ ഓക്കെയാണ്, മനസ്സിലായി. ഓക്കെ, then thank you ma'am. Thank you. Good morning everyone.
Today I am going to about Concord Rule 13 and 14. Rule 13. When there is used as the subject, when a sentence begins with the verb agrees with the real subject, it comes after it, not with there. അതായത് ഒരു സെന്റൻസ് ദയർ കൊണ്ട് തുടങ്ങുമ്പോൾ ദയർ അല്ല അവിടെ സബ്ജക്റ്റ്, അതിനുശേഷം വരുന്ന നൗൺ ആണ് യഥാർത്ഥ സബ്ജക്റ്റ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബും വേണം. ദർ ഇസ് എ ബോയ് ഇൻ ദ ക്ലാസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിലെ ബോയ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് ഈസ് എന്നാണ് അവിടെ വന്നിരിക്കുന്നത് സിംഗുലറിൽ. ദർ വാസ് എ പെൻ ഓൺ ദ ടേബിൾ. അതിൽ പെൻ എന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് വാസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. എങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റിലാണെങ്കിൽ ദർ ആർ സം ബോയ്സ് ഇൻ ദ ക്ലാസ്. ബോയ്സ് എന്നത് അവിടെ പ്ലൂറൽ ആയതുകൊണ്ട് ആർ വന്നു. ദർ വെയർ 2 പെൻസ് ഓൺ ദ ടാബ്ലറ്റ് ടേബിൾ. പെൻസ് എന്നത് പ്ലൂറൽ ആയതുകൊണ്ട് അവിടെ വെയർ ആണ്. അതായത് ദയർ ഒരു പ്ലേസ് ഹോൾഡർ മാത്രമാണ്, വെർബ് നിശ്ചയിക്കുന്നത് ശേഷം വരുന്ന സബ്ജക്റ്റ് ആണ്. അതായത് ദയർ ഒരിക്കലും വെർബ് നിശ്ചയിക്കുന്നില്ല, യഥാർത്ഥ സബ്ജക്റ്റ് ആണ് അവിടെ വെർബ് നിശ്ചയിക്കുന്നത്. റൂൾ 14. Some nouns are always plural and take plural verbs. Some nouns exist only in plural form even though they refer to one subject or one pair. These nouns always take plural verbs. അതായത് ചില നാമങ്ങൾ ഒരൊറ്റ വസ്തുവിനെയോ ജോഡിയെയോ സൂചിപ്പിച്ചാലും അവയുടെ രൂപം എപ്പോഴും പ്ലൂറൽ ഫോം ആയിരിക്കും. അതിനാൽ അവയ്ക്കൊപ്പം പ്ലൂറൽ വെർബ് ആർ, വെയർ, ഹാവ് എന്നിവ ചേർക്കണം. ചില കോമൺ പ്ലൂറൽ ഫോമുകൾ പറയാം. സിസേഴ്സ്, ട്രൗസേഴ്സ്, ജീൻസ്, സ്പെക്ടിക്കിൾസ് ഓർ ഗ്ലാസസ്, ഷോർട്സ്, സേവിങ്സ്, സറൗണ്ടിങ്സ്, താങ്ക്സ്, പൈജാമാസ്, ബൈനോക്കുലർസ്. ഇതെല്ലാം കോമൺ പ്ലൂറൽ ഫോമുകളാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദീസ് സിസേഴ്സ് ആർ ഷാർപ്പ്. അവിടെ സിസേഴ്സ് പിന്നെ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ഫോമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്, അതുകൊണ്ട് അവിടെ ആർ എന്നതാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് മൈ ട്രൗസേഴ്സ് ആർ ന്യൂ. അവിടെ ആർ ആണ് വന്നിരിക്കുന്നത്. പ്രസന്റ് പ്ലൂറൽ പ്രസന്റ് ആയതുകൊണ്ട്. അതേസമയം സിംഗുലർ ആണെങ്കിൽ when we use a pair of, it becomes singular because it means one unit. ഒരു എ പെയർ ഓഫ് എന്നത് ഒരു യൂണിറ്റ് ആയതിനാൽ വെർബ് സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ പെയർ ഓഫ് സിസേഴ്സ് ഈസ് ഓൺ ദ ടേബിൾ. അവിടെ എ പെയർ ഓഫ് വന്നിരിക്കുന്നതുകൊണ്ട് സിംഗുലർ ആയ പ്രസന്റിൽ ഈസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ദെയർ ഈസ് എ പെയർ ഓഫ് ജീൻസ് ഇൻ ദ കബോർഡ്. അവിടെ എ പെയർ ഓഫ് എന്ന് വന്നിരിക്കുന്നതുകൊണ്ട് ഈസ് എന്നാണ് ചേർത്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂൾ 13 ദെയർ കൊണ്ട് തുടങ്ങുന്ന സെന്റൻസിൽ വെർബ് യഥാർത്ഥ സബ്ജക്റ്റ് അനുസരിച്ചായിരിക്കും. അവിടെ ദെയർ അല്ല അവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. യഥാർത്ഥ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബും പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബും അനുസരിച്ചായിരിക്കും. റൂൾ 14 ചില നൗൺസ് പ്ലൂറൽ രൂപത്തിൽ മാത്രമേ ഉണ്ടാകൂ, അതുകൊണ്ട് പ്ലൂറൽ വെർബ് മാത്രം ഉപയോഗിക്കണം. സിംഗുലറിലാണെങ്കിൽ എ പെയർ ഓഫ് വന്നാലാണ് സിംഗുലറായി കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ, 15 and 16 ആണ്. ഓക്കെ, അതൊഴിച്ച് ബാക്കിയെല്ലാം കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ. 17 ആരാണ്? ഓക്കെ, സ്നേഹ എടുത്തോളൂ കേട്ടോ. സ്നേഹ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടല്ലോ. കേൾക്കുന്നില്ല? അവിടെ റേഞ്ച് വായ്പം കേൾക്കുന്നുണ്ടോ? അതൊക്കെ ബ്രേക്ക് ആവുന്നുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പം ബ്രേക്ക് ആവുന്നുണ്ടോ? ക്ലിയർ ആണല്ലേ? അപ്പൊ നമ്മൾ 17th ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതില്
കളക്റ്റീവ് നൗൺസിന്റെ കൂടെയുള്ള റൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ട് പോകുന്നത്. അതായത് ഇതില് പിന്നെ എന്താണ് കളക്റ്റീവ് നൗൺസ് എന്നുള്ളത് നമുക്ക് അറിയാമല്ലേ. അപ്പോ അതിനെ കുറിച്ച് കൂടുതൽ പറയണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഫസ്റ്റ് എക്സാമ്പിൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ദ ഗവൺമെന്റ് ഈസ് പ്രസന്റിങ് ഇറ്റ്സ് പോളിസി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ദ ഗവൺമെന്റ് എന്നുള്ളത് സിംഗുലർ കളക്റ്റീവ് നൗൺ ആണ്. അതായത് ഒരു യൂണിറ്റിനെയാണ് ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ മെൻഷൻ ചെയ്യുന്നത് ഗവൺമെന്റ് എന്നുള്ളത്. അപ്പൊ therefore it takes a singular verb is. അപ്പൊ ഈസ് എന്നുള്ള ഒരു സിംഗുലർ verb ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്തിന്റെ കൂടെയാണ്? ഇറ്റ്സ് എന്നുള്ള ഒരു പൊസസീവ് പ്രൊനൗണിന്റെ കൂടെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ് ചെയ്യുന്നത്. പൊസസീവ് പ്രൊനൗൺ എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഓണർഷിപ്പിനെ മെൻഷൻ ചെയ്യുന്നതാണ് പൊസസീവ് നൗൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സെന്റൻസിൽ ദ ഗവൺമെന്റ് ഈസ് പ്രസന്റിങ് ഇറ്റ്സ് പോളിസി എന്നുള്ളത് സിംഗുലർ ഫോം ആണ്. സിംഗുലർ ഫോം ആണ് ഗവൺമെന്റ് എന്നുള്ള ഇവിടെ ഒരു യൂണിറ്റിനെ മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് ഗവൺമെന്റ് ഈസ് പ്രസന്റിങ് ഇറ്റ്സ് പോളിസി എന്നുള്ള സെന്റൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. അതിൽ താഴെ കാണുന്നുണ്ട് ദ ഗവൺമെന്റ് ഈസ് അല്ല, അവിടെ ആർ എന്നാണ് വരിക. ദ ഗവൺമെന്റ് ആർ ചേഞ്ചിങ് ദയർ പോളിസി എന്നുള്ള അവിടെ ഒരു മിസ്റ്റേക്ക് അവിടെ വന്നിട്ടുണ്ട്. ദ ഗവൺമെന്റ് ആർ ചേഞ്ചിങ് ദയർ പോളിസി എന്നുള്ളതാണ് സെക്കൻഡ് സെന്റൻസ് എന്നുള്ളത്. അപ്പൊ അവിടെ വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് സെന്റൻസിനെ നമ്മൾ പ്ലൂറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അതായത് ആദ്യത്തെ എന്നുള്ളത് നമ്മളെ ഒരു ഫോമൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് സെന്റൻസ് ആണ് അവിടെ ഫസ്റ്റ് സെന്റൻസ് വരുന്നത്. സെക്കൻഡ് സെന്റൻസ് ബ്രിട്ടീഷ് ലെവലുള്ള ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാണ് അവിടെ. അതായത് പ്ലൂറൽ ഫോമിലേക്ക് അതിനെ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിലെ സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ്, അതായത് സിംഗുലറിനെ പ്ലൂറലാക്കി മാറ്റുന്നത് നമ്മൾ ഗവൺമെന്റ് എന്നുള്ളത് പേഴ്സൺസ്, അതായത് ഇൻഡിവിജ്വൽസിന്റെ ഫോമാറ്റിലേക്ക് നമ്മൾ ഒരു കോണ്ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാനുള്ളത്. ആ ഒരു കോണ്ടെക്സ്റ്റിന്റെ ബേസിലാണ് ആ സെന്റൻസ് നമ്മൾ അർത്ഥം വെക്കുന്നത്. അതുകൊണ്ട് അതിൽ പ്ലൂറൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഗവൺമെന്റ് ആ ചേഞ്ചിങ് ദ പോളിസി എന്നുള്ളത് ഗവൺമെന്റ് എന്നുള്ളത് ഇൻഡിവിജ്വൽ ബേസ് ആയിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ് അവിടെ. അതുകൊണ്ട് ആ ഒരു സെന്റൻസ് ഗവൺമെന്റ് ആർ ചേഞ്ചിങ് ദയർ പോളിസി ആ പ്ലൂറൽ ഫോമിലേക്ക് മാറുന്നു. ഫസ്റ്റ് വൺ എന്നുള്ളത് ഗവൺമെന്റ് ഈസ് പ്രസന്റിങ് ഇറ്റ്സ് പോളിസി എന്നുള്ളത് ഗവൺമെന്റ് എന്നുള്ളത് യൂണിറ്റ്, ഒരു സിംഗിൾ യൂണിറ്റിനെ മെൻഷൻ ചെയ്തുകൊണ്ട് അവിടെ അർത്ഥാക്കുന്നു. സെക്കൻഡ് സെന്റൻസിൽ ഗവൺമെന്റ് ആർ ചേഞ്ചിങ് ദയർ പോളിസി എന്നുള്ളത് അവിടെ ഗവൺമെന്റ് എന്നുള്ളത് ഇൻഡിവിജ്വൽസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു മാറ്റം വന്നിട്ടുള്ളത്. മനസ്സിലായോ ആ രണ്ട് സെന്റൻസ് തമ്മിലുള്ള ഡിഫറൻസ്? Yes, okay. Next എന്നുള്ളത് the audience shows or show great interest in the program എന്നുള്ളതാണ്. ആ ഒരു സെന്റൻസിൽ നമ്മൾ ചെക്ക് ചെയ്യാം. അതിൽ നോക്കാം, നമ്മൾ ഐഡന്റിഫൈ ചെയ്ത സബ്ജക്ട് ഏതാണ്? ഓഡിയൻസ് ആണ് അല്ലെ. ഓഡിയൻസ് ഇസ് എ കളക്റ്റീവ് നൗൺ ആണ്. അത് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഓഡിയൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കാം, അവിടെ രണ്ട് ഓപ്ഷൻസ് അവിടെ ഉണ്ട്, ഷോസ് ഓർ ഷോ എന്നുള്ളത്. അപ്പൊ ഷോസ് എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നത് സിംഗുലർ ഫോം ആണ്. അതായത് ഒരു യൂണിറ്റ് ഓഡിയൻസിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത പോലെ തന്നെ ഗവൺമെന്റിന്റെ ഫസ്റ്റ് സെന്റൻസ് നമ്മൾ ചെക്ക് ചെയ്ത പോലെ തന്നെ ദ ഓഡിയൻസ് ഷോസ് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ഫോമിലാണ് നമ്മൾ കണക്കാക്കപ്പെടേണ്ടത്. അതായത് ഓഡിയൻസ് കളക്റ്റീവ് നൗൺ ഇവിടെ വിശേഷിപ്പിക്കുന്നത് ഒരു യൂണിറ്റ് എന്നത് കൊണ്ട് അത് സിംഗുലർ ഫോം ആണ്. പിന്നെ ഉള്ളത് എന്താണ്, ഇഫ് വി തിങ്ക് ഓഫ് ദ ഓഡിയൻസ് ആസ് എ സിംഗുലർ യൂണിറ്റ് എന്നുള്ളത് നമ്മൾ ചേഞ്ച് ചെയ്യാണ്. തിങ്ക് ഓഫ് ഓഡിയൻസ് ആസ് എ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആയിട്ട് മാറ്റുമ്പോൾ, അതായത് ഒരു യൂണിറ്റ് എന്നുള്ളതിന് പതില് ഇൻഡിവിജ്വൽസ് ആക്കുകയാണ് അവിടെ. അന്നേരം ഈ പ്ലൂറൽ ഫോമിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെട്ടു. അപ്പൊ എന്ത് വരും? ദ ഓഡിയൻസ് ഷോ ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോഗ്രാം. ആ ഒരു ഒറ്റ സെന്റൻസ് തന്നെ രണ്ട് മീനിങ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദ ഓഡിയൻസ് ഷോസ് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോഗ്രാം എന്ന സിംഗുലർ ഫോമിലോ, അതുപോലെ തന്നെ ദ ഓഡിയൻസ് ഷോ ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോഗ്രാം എന്ന് പ്ലൂറൽ ഫോമിലും. അതായത് ഫസ്റ്റ് വണ്ണിൽ നമ്മൾ ഒരു യൂണിറ്റ് ആയിട്ടും സെക്കൻഡ് സെന്റൻസിൽ വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ഇൻഡിവിജ്വൽസ്, ഓഡിയൻസ് എന്നുള്ളത് ഇൻഡിവിജ്വൽസ് എന്നുള്ള ഒരു റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുമ്പോൾ അത് പ്ലൂറൽ ഫോമിലേക്കും കൺവേർട്ട് ചെയ്യപ്പെടുന്നു. മനസ്സിലായോ? മൂന്നാമത്തെ എക്സാമ്പിള്. ഓക്കെ, അതാണ് 17th റൂൾ ഉള്ളത്. പിന്നെ വരുന്നത് 18th, അതായത് സെർട്ടൻ നൗൺസിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് മെൻഷൻ ചെയ്യുന്നത്. അതായത് സെർട്ടൻ നൗൺസ് എന്നുള്ള സെയിം ഫോം ഓഫ് സിംഗുലർ ആൻഡ് പ്ലൂറൽ. അതായത് നമ്മൾ നോക്കുമ്പോൾ തോന്നും പ്ലൂറൽ ഫോം ആണ്, നമ്മൾ ഒരേപോലെ വരുന്ന എന്താണ് സിംഗുലർ ആൻഡ് പ്ലൂറൽ ഇതിനെയാണ് 18th റൂളിൽ മെൻഷൻ ചെയ്യുന്നത്. They look like the same whether singular or plural, so the verb depends on the sense on numbers. നമ്മൾ നമ്പേഴ്സ് ചെക്ക് ചെയ്തിട്ടായിരിക്കും അവിടെ നമ്മൾ ആ സെന്റൻസിൽ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത് വിലയിരുത്താം. നമ്മൾ അതിൽ കുറെ എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഷീപ്പ്, അൺകൗണ്ടബിൾ നൗൺസ് എല്ലാം വരും. ഷീപ്പ്, ഡിയർ, കോഡ്, സാൽമൺ, ട്രൗട്ട്,
പിന്നെ ചില നാഷണാലിറ്റീസ്, അതായത് ചൈനീസ്, ജപ്പാനീസ്, പോർച്ചുഗീസ്, ഇതൊക്കെ നമ്മൾ ഇതിൽ ഈ പിന്നെ നൗൺസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ മുന്നിൽ പെർട്ടിക്കുലർ എന്താണ് നമ്പേഴ്സ് മെൻഷൻ ചെയ്യും. സെൻസ് ഉണ്ടാവും അവിടെ. അതായത് ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഉള്ളത് ആൻ എയർക്രാഫ്റ്റ് വാസ് ഡെസ്ട്രോയിഡ്. ആൻ എയർക്രാഫ്റ്റ് ആണ്, സിംഗുലർ ആണ് അല്ലെ, ഒരു നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. ആൻ എയർക്രാഫ്റ്റ് വാസ് ഡിസ്ട്രോയിഡ്. സെക്കൻഡ് ലൈനിൽ വരുന്നത് 3 എയർക്രാഫ്റ്റ് വേ ഡിസ്ട്രോയിഡ് ആണ്. അവിടെ നമ്പേഴ്സ് അവിടെ മെൻഷൻ ചെയ്തു, വാല്യൂ ഉണ്ട് അല്ലെ. 3 എയർക്രാഫ്റ്റ് എന്ന് വന്നത് കൊണ്ട് അവിടെ വേർന്നുള്ള ഇത് ചേഞ്ച് ആയി പ്ലൂറൽ ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ തേർഡ് വൺ, എ ചൈനീസ് ഹാസ് അറൈവ്ഡ് ഇൻ ദ ടൗൺ. ഇത് നാഷണാലിറ്റീനെ സൂചിപ്പിക്കുന്നതാണ്. എ ചൈനീസ് എന്ന്, അപ്പോൾ എന്താണ് ഒരു ഇൻഡിവിജ്വൽ മാത്രമാണ് അവിടെയുള്ളൂ, അതുകൊണ്ട് സിംഗുലർ ഫോം ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് 3 Chinese have arrived in the town ആണ്. അവിടെ എന്തായി, അവിടെ വാല്യൂ മെൻഷൻ ചെയ്തു, 3 എന്നുള്ള വാല്യൂ കൊടുത്തു, 3 ആൾക്കാർ എന്നുള്ള മെൻഷൻ ചെയ്തത് കൊണ്ട് ഓൾവേസ് എന്തായിരിക്കും വരാം, ഹാവ് അറൈവ്ഡ്, പ്ലൂറൽ ഫോമിലേക്ക് അത് ചേഞ്ച് ചെയ്യപ്പെട്ടു. ഇതാണ് 18th റൂൾ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ല എല്ലാവർക്കും? ഐ തിങ്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കും ഇല്ല? ഓക്കെ മാം, താങ്ക് യു. Okay, Sneha. The next rule, 19 and 20. Ma'am, 19 ആണ്. Good morning, ma'am, and all. Today we are going to learn Concord rule number 19 and 20. അതായത് a gerund used as a subject of sentence takes a singular verb. അതായത് സെന്റൻസിൽ gerund സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ അതിൻ്റെ കൂടെ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ആദ്യമായി gerund എന്താണെന്ന് നോക്കാം. അതായത് gerund എന്നത് ഒരു വെർബിൻ്റെ ing ഫോമാണ്. ഇവിടെ ഇത് കാണാൻ ഒരു വെർബ് പോലെ തോന്നുമെങ്കിലും അവിടെ പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പം ഒരു നൗണിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ സ്മോക്കിംഗ്, റീഡിങ്, സ്വിമ്മിങ്, റൈറ്റിംഗ്, ഇതൊക്കെ ഒരു gerund ആണ്. ഇത് ഒരു സബ്ജക്റ്റായിട്ട് വരുമ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബാണ്. കാരണം gerund എന്ന് പറയുന്നത് സിംഗുലർ ആക്ടിവിറ്റി ആണ് അവിടെ കാണുന്നത്. എക്സാമ്പിൾ, സ്മോക്കിംഗ് സിഗരറ്റ്സ് ഈസ് ബാഡ് ഫോർ യുവർ ഹെൽത്ത്. അതായത് സ്മോക്കിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. അപ്പം സബ്ജക്റ്റ് കഴിഞ്ഞ് അതിൻ്റെ കൂടെ വരുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. ഇവിടെ നമുക്ക് സംശയം വരും, സിഗരറ്റ്സ് എന്ന് പറയുമ്പം ഇതിൽ നോക്കേണ്ടത് 2 സിഗരറ്റ്സോ 10 സിഗരറ്റ്സോ ആയിക്കോട്ടെ, അത് നമുക്ക് മാറ്റർ അല്ല. പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു പ്രവൃത്തിയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് സ്മോക്കിംഗ് എന്ന ഒരു ആക്ഷനാണ് അവിടെ കാണിക്കുന്നത്. അപ്പം അവിടെ യൂസ് ചെയ്യേണ്ട വെർബ് എന്ന് പറയുമ്പം സിംഗുലർ വെർബ് ആയിരിക്കണം. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുമ്പം റീഡിങ് ബുക്സ് ഈസ് മൈ ഫേവറേറ്റ് ഹോബി. അതായത് ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുമ്പം റീഡിങ് ബുക്സ്, അവിടെ ഒരു ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബ് ആയിരിക്കണം. അതായത് ഇവിടെ ബുക്സ് പലതാണെങ്കിലും അവിടെ ഒരു ആക്ഷനാണ് കാണിക്കുന്നത്. സോ അവിടെ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബ് തന്നെ ആയിരിക്കണം. മനസ്സിലായോ? നെക്സ്റ്റ് റൂൾ നമ്പർ 20 ആണ്. മാം, അതിൽ തെറ്റല്ലേ അവിടെ എക്സാമ്പിൾ വന്നേക്കുന്നത്? Example 20. ലേണിംഗ്, ടു ലേൺ അല്ലേ? Infinitive used as the subject of a sentence takes a singular verb. Subject എന്ന് പറയുമ്പോൾ സിംഗുലർ ആണെന്നാ പറയുന്നത്. 2 സബ്ജക്റ്റ് ആണെങ്കിൽ ഇൻഫിനിറ്റീവ് വരുമ്പോൾ സിംഗുലർ ആണ്. അപ്പോൾ അത് കറക്റ്റ് അല്ലേ? സിംഗുലർ ആയതുകൊണ്ട് അല്ല, ലേണിംഗ് എന്ന് വന്നേക്കുന്നത്. അപ്പം അത് gerund ഫോം അല്ലേ? 20. ഓക്കെ, അത് gerund ആണ്. പക്ഷെ ഇവിടെ പറയുന്നത് ഇൻഫിനിറ്റീവ് ആണ്. എന്താണ് ഇൻഫിനിറ്റീവ്? എന്താ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. ഇൻഫിനിറ്റീവ് സബ്ജക്റ്റ് ആയിട്ട് വരാണെങ്കിൽ യൂസ് ചെയ്യണം പറയുന്നത്. ഓക്കെ, ഡൗട്ട് ആണോ? അല്ലല്ല, എക്സാമ്പിൾ ആണ്. ലേണിംഗ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി സീംസ് ഡിഫറെൻറ്റ്. അപ്പം ആദ്യം ലേണിംഗ് എന്ന ing ഫോം അല്ല വന്നേക്കുന്ന അവിടെ. അതാ ഈ റേഷ്യൽ പറയുന്നത് മനസ്സിലായത് ing ഫോം ആയതുകൊണ്ട് അത് പ്ലൂറൽ അല്ലേ എന്നല്ലേ? അല്ല,
ചോദിക്കൂ. ജെറന്റ് ഫോം അല്ലേ മാം ലേണിംഗ് എന്ന് പറയുന്ന? യാ കറക്റ്റ് ആണ്. പക്ഷെ എന്താണ് ഇൻഫിനിറ്റീവ് എന്താണ് ഒന്ന് ക്ലിയർ ചെയ്യും? ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ അത് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് 2 + വെർബ് ഫോം അല്ലേ ബേസ്? അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്തതിന് പറഞ്ഞോട്ടെ മാം. പറയൂ. എന്നിട്ട് ക്ലിയർ അല്ലെങ്കിൽ ഞാൻ ചെക്ക് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ കറക്റ്റ് ആയിട്ട്. ഓക്കെ. അതായത് ഇവിടെ ഇൻഫിനിറ്റീവ് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പം അതിന് ശേഷം സിംഗുലർ വെർബ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതും സെയിം ആണ്. ഇവിടെ നമ്മൾ ഒരു ആശയം, അതായത് ഒരു ആക്ടിവിറ്റി, ഒരു ഐഡിയ എന്ന രീതിക്കാണ് നമ്മളിവിടെ പറയുന്നത്. ഇതിൽ എക്സാമ്പിളായിട്ട് നോക്കുവാണെങ്കിൽ ടു റീഡ് ബുക്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ടു റീഡ് എന്നതാണ് ഇൻഫിനിറ്റീവ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ സിംഗുലർ വെർബ് എന്ന് പറയുന്ന എപ്പോഴും സിംഗുലർ വെർബ് ആയിരിക്കണം വെർബ് എന്ന് പറയുമ്പോൾ. അത് നെക്സ്റ്റ് ഇൻഫിനിറ്റീവ് സബ്ജക്റ്റ് ആണെങ്കിൽ അത് സിംഗിൾ ഐഡിയ, സിംഗിൾ ആക്ഷൻ ആയിട്ടാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് സിംഗിൾ വെർബ് തന്നെ ആണ് യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ ടു ലേൺ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് സീം ഡിഫിക്കൾട്ട്. ഇതിൽ 2 സബ്ജക്റ്റ് വരുവാണെങ്കിലും അവിടെ ലേൺ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ് പറയുന്നത്. അപ്പം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബ് ആയിരിക്കണം. മനസ്സിലായോ? ഓക്കെ. കൺഫ്യൂഷൻ ഉണ്ടോ? ജെറണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ റേച്ചൽ പറഞ്ഞത് കറക്റ്റ് ആണ്, അതിൽ മിസ്റ്റേക്സ് ഒന്നുമില്ല കേട്ടോ. ജെറണ്ട് എന്ന് പറയുന്നത് ING ഫോം ആണ് കേട്ടോ, ING ഫോം ആണ്. പിന്നെ ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ ബേസ് ഫോം ആയിരിക്കും വരാം, ഒരു സബ്ജക്റ്റിന് അല്ലെങ്കിൽ വെർബിന്റെ ഒരു ബേസ് ഫോം ആയിരിക്കും വരാം. അതാണ് ING ഫോം വരില്ല. ഓക്കെ. ടു ലേൺ, ടു ഈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ചിലപ്പോൾ 2 ആയിട്ട് വരാം, ചിലപ്പോൾ ഫസ്റ്റ് സബ്ജക്ട് വൈസ് ആണ് വരുന്നതെങ്കിൽ അത് ബേസ് ഫോം ആയിട്ട് വരും. ഇനിയിപ്പോ അത് ഒബ്ജക്റ്റിലാണെങ്കിൽ വരുന്നെങ്കിൽ ടു ലേൺ, ഇപ്പോ ഇംഗ്ലീഷ് ആണെങ്കിൽ ടു ലേൺ എന്ന് പറഞ്ഞു വരും. മനസ്സിലായോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ മിസ്റ്റേക്ക് ആണ്. ഇപ്പോ റേച്ചൽ പറഞ്ഞ പോലെ ഇത് ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇൻഫിനിറ്റീവ് എന്താണ്, ജെറണ്ട് എന്താണ്, ക്ലിയർ ആയോ? ഓക്കെ. ലേൺ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി സീംസ് ഡിഫറെന്റ് എന്നാണെങ്കിൽ ഓക്കെയാണ്. അവിടെ ING ഫോം വേണ്ടായിരുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചിന്തിക്കണ്ട. ഓക്കെ, ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? ING ഫോം വേണ്ടതേ ഉള്ളൂ അവിടെ. ലേൺ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. ടു ലേൺ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി സീംസ് ഡിഫറെന്റ്. ഓക്കെ, കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ടെക്സ്റ്റ് കയ്യിലുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ. നെക്സ്റ്റ് 21 and 22. ഞാനാണ് മാം. ഗുഡ് മോർണിംഗ് ആൾ. കോൺകോഡ് റൂൾ നമ്പർ 21. ഈ റൂളിൽ പറയുന്നതെന്ന് വെച്ചാൽ കളക്റ്റീവ് നമ്പേഴ്സ് ഉണ്ടല്ലോ, കളക്റ്റീവ് നമ്പേഴ്സ് ഓൾവേസ് ട്രീറ്റഡ് ആസ് പ്ലൂറൽ. അതായത് ടീം, കൊയർ, പോലീസ്, കാറ്റിൽ, ക്ലർജി എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു കളക്റ്റീവ് നൗൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് യൂസ് ചെയ്യുന്ന വേർബും പ്ലൂറൽ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ പോലീസ് ഹാവ് അറസ്റ്റഡ് 3 thieves. പോലീസ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗൺ ആണ്. അതുകൊണ്ട് തന്നെ അതിന് ശേഷം വന്നിരിക്കുന്ന വേർബും പ്ലൂറൽ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദ പോലീസ് ഹാവ് അറസ്റ്റഡ് 3 thieves. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ കാറ്റിൽ ആർ ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ്. ദ കാറ്റിൽ എന്ന് പറയുമ്പോൾ പശുക്കൂട്ടം, അപ്പോൾ ഒരു കളക്റ്റീവ് നൗൺ ആണ്. അതിനെ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കൂടെ യൂസ് ചെയ്യുന്ന വേർബും പ്ലൂറൽ വേർബ് ആയിരിക്കും. ദ കാറ്റിൽ ആർ ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ്. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതിയെടുത്തോ. ഒരു എക്സാമ്പിൾ ഉള്ളൂ ടെക്സ്റ്റിൽ. എഴുതിയെടുക്കുന്നുണ്ടോ? റെസ്പോൺസ് ഇല്ല. ഓക്കെ. ദ കാറ്റിൽ ആർ ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ്.
The cattle are grazing in the field. The cattle are grazing in the field. എഴുതിയാ? ക്ലിയർ ആണോ? എഴുതിയോ? അടുത്ത എക്സാമ്പിൾ, the clergy were invited to the event. The clergy were invited to the event. ക്ലർജി എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് നോൺ ആണ്, അതിന് നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന വേർബും വേർ ആണ്, പ്ലൂറൽ വേർബാണ്. The clergy were invited to the event. Okay, what's the meaning of clergy? Where? Clergy meaning കൂടെ പറയുന്നു. ക്ലർജി എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾ, പുരോഹിതവർഗം. പുരോഹിതന്മാരെന്ന് പറയും. അതെ, ആ ഒരു കൂട്ടം പുരോഹിതന്മാർ. അതാണ്. ഓക്കെ, അത് എഴുതിയില്ലേ? ഇനി റൂൾ നമ്പർ 22 പറയട്ടെ. ആ എക്സാമ്പിൾ ഒന്നും കൂടി പറയോ? ഏതാടാ? ലാസ്റ്റ് പറഞ്ഞതാണോ? അതെ അതെ അതെ. The clergy CLERGY were invited to the event. എഴുതിയോ? ഓക്കെ, കളക്റ്റീവ് നൗൺസിന് നമ്മൾ പ്ലൂറൽ ആയിട്ട് കണക്കാക്കുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന വേർബും പ്ലൂറൽ ആയിരിക്കും. അതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് റൂൾ നമ്പർ 22, അതായത് പ്ലൂറൽ ടൈറ്റിൽസ് ഓഫ് സിംഗിൾ വർക്ക്സ്. ഒരു ബുക്കിന്റെ പേര്, അല്ലെങ്കിൽ ഒരു സോങ്ങിന്റെ പേര്, അല്ലെങ്കിൽ ഒരു മൂവിയുടെ പേരൊക്കെ അത് ഒരെണ്ണത്തിനെ കുറിച്ചായിരിക്കും പറയുന്നത്, പക്ഷെ അതിന്റെ ടൈറ്റിൽ ചിലപ്പോൾ പ്ലൂറൽ ഫോമിലായിരിക്കും. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ വേർബ് ആയിരിക്കും. അതാണ് ഈ പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് ഈസ് വൺ ഓഫ് ഡിക്കൻസ് ഗ്രേറ്റ് വർക്ക്സ്. ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് എന്ന് പറയുമ്പോൾ പറയാം നമുക്കത് പ്ലൂറൽ ആണ്, പക്ഷെ അതൊരു ഒരൊറ്റ ബുക്കിന്റെ കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന വേർബും സിംഗുലർ ആയിരിക്കും. അതാണ് പറയുന്നത്. അത് ടെക്സ്റ്റിലുണ്ട്, ടെക്സ്റ്റിൽ ഇല്ലാത്ത എക്സാമ്പിൾ പറയാം. കുമ്പളങ്ങി നൈറ്റ്സ് ഈസ് എ വെരി ഗുഡ് മൂവി. കുമ്പളങ്ങി നൈറ്റ്സ് ഈസ് എ വെരി ഗുഡ് മൂവി. എഴുതിയെടുത്തോട്ടാ. കുമ്പളങ്ങി നൈറ്റ്സ് ഈസ് എ വെരി ഗുഡ് മൂവി. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്നത് ടൈറ്റിലാണ്, പക്ഷെ ഒരു സിനിമയുടെ പേര് ടൈറ്റില് പ്ലൂറൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന വേർബ് സിംഗുലർ ആണ്. ഒരു സിനിമയുടെ പേരാണ്, സിനിമയുടെ പേര് മാത്രമേ പ്ലൂറൽ ഉള്ളൂ. ഒരു സിനിമയുടെ പേര് ആയതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന വേർബ് സിംഗുലർ ആയിരിക്കും. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. ഇൻസ്പയറിംഗ് തോട്ട്സ് ഈസ് എ വണ്ടർഫുൾ ബുക്ക്. Inspiring thoughts is a wonderful book. ക്ലിയർ ആയോ? ഇനി പറയണോ? ഇൻസ്പയറിംഗ് തോട്ട്സ് ആണോ? തോട്ട്സ്. ഓക്കെ ആണോ? രണ്ട് റൂൾ ക്ലിയർ ആയോ? അത്രേ ഉള്ളൂ. താങ്ക് യു. Okay, Sachna. Good morning, everyone. I am Shruti Suresh. Today, I am here to discuss you about Concord Rule number 23 and 24. First, നമുക്ക് 23 നോക്കാട്ടോ. A relative clause beginning with what usually takes a singular verb. ഇതാണ് 23 rule. സാധാരണ ഒരു സിംഗുലർ വെർബിൽ തുടങ്ങുന്ന ഒരു റിലേറ്റീവ് ക്ലോസ് എന്നാണ് അതിന്റെ അർത്ഥം. എക്സാമ്പിൾ, വാട്ട് യു റിയലി നീഡ് നൗ ഈസ് ആൻ ഹവേഴ്സ് റെസ്റ്റ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും വേണ്ടത് 1 മണിക്കൂറിന്റെ റെസ്റ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ളത്, അതായത് വാട്ട് യു റിയലി നീഡ് നൗ എന്നത് സബ്ജക്റ്റ് ആണ്. കൂടാതെ ഈസ് എന്നത് അതിനോട് യോജിക്കുന്ന ഒരു സിംഗുലർ വെർബാണ്. വാട്ട് എന്നതിൽ തുടങ്ങുന്ന ഒരു റിലേറ്റീവ് ക്ലോസ് സാധാരണയായി ഒരു സിംഗുലർ വെർബിനാണ് എടുക്കുന്നത്. കാരണം വാട്ട് ഒരു വസ്തുവിനെയോ പൊതുവായ കാര്യങ്ങളെയോ സൂചിപ്പിക്കുന്ന സിംഗുലർ പ്രൊനൗൺ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തരാം, ബുക്കിലല്ലാത്ത കുറച്ച് എക്സാമ്പിൾസ് തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അതൊന്ന് നോട്ട് ചെയ്തോട്ടാ. ഫസ്റ്റ് എക്സാമ്പിള്, വാട്ട്
matters most is your health. What matters most is your health. ഇവിടെ വാട്ട് മാറ്റേഴ്സ് വന്നിട്ടുണ്ട്, പക്ഷെ അവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഈസ് ആണ് വെർബ്. The next one, what we need is more time. What we need is more time. അവിടെയും ഈസ് ആണ് വരുന്നത്. What we need is more time. ഇനി ഞാൻ കുറച്ച് here are few extra sentences where the verb stays singular. കുറച്ചും കൂടി വെർബ് എവിടെയാണ് സിംഗുലർ ആയിട്ട് ഫോം ആവുന്നത് അത് ഞാൻ കുറച്ചും കൂടി പറയാം, കുറച്ചും കൂടി എക്സാമ്പിൾസ് പറയാം. വാട്ട് ദ കിഡ്സ് എൻജോയ് മോസ്റ്റ് ഈസ് പ്ലേയിങ് ഔട്ട്സൈഡ്. വാട്ട് ദ കിഡ്സ് എൻജോയ് മോസ്റ്റ് ഈസ് പ്ലേയിങ് ഔട്ട്സൈഡ്. ആ ഈസ് എന്നുള്ള സ്ഥലത്തൊക്കെ അണ്ടർലൈൻ ചെയ്തോട്ടോ, അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക്. The next one, what teachers suggest helps the students stay focused. Helps the students stay focused. അവിടെ ഹെൽപ്സ് എന്നുള്ള ഇതിൽ അണ്ടർലൈൻ ചെയ്തു. The next one, what we heard yesterday was surprising news. Was surprising news. ഇവിടെ വാസ് എന്നുള്ളതിൽ അണ്ടർലൈൻ ചെയ്തോട്ടാ. The next one, what the chef prepares is always a surprise. Is always a surprise. എഴുതിയോ? നെക്സ്റ്റ് പറയട്ടെ. നെക്സ്റ്റ് എക്സാമ്പിൾ പറയട്ടെ. ഓക്കെ. What the kids love makes the party lively. What the kids love makes the party lively. Makes എന്നുള്ളതിന്റെ അവിടെ അണ്ടർലൈൻ ചെയ്തോ, സിംഗുലർ വെർബാണ്. The next one, what the report indicates shows a clear trend. Shows, SHOWS, shows അവിടെ അണ്ടർലൈൻ ചെയ്തു. Shows a clear trend. നിങ്ങൾക്ക് ഈ എക്സാമ്പിൾസ് കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലായി എന്ന് തോന്നുന്നു. വാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ അവിടെയൊക്കെ യൂസ് ചെയ്തേക്കുന്നത് സിംഗുലർ വെർബാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് റൂളിലോട്ട് പോകട്ടെ. റൂൾ നമ്പർ 24. In sports and games reports, names of countries are usually treated as plural and take a plural verb. സ്പോർട്സുകളിലും ഗെയിം റിപ്പോർട്ട്സുകളിലും രാജ്യങ്ങളുടെ പേരുകൾ സാധാരണയായി പ്ലൂറൽ രൂപത്തിലാണ് കണക്കാക്കുന്നത്. അവ ഒരു പ്ലൂറൽ വെർബായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഒന്നും കൂടി പറയട്ടെ. സ്പോർട്സുകളിലും ഗെയിം റിപ്പോർട്ടുകളിലും രാജ്യങ്ങളുടെ പേരുകൾ സാധാരണയായി പ്ലൂറൽ രൂപത്തിലാണ് കണക്കാക്കുന്നത്. അവ ഒരു പ്ലൂറൽ വെർബായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇനിയിപ്പോ എക്സാമ്പിൾ പറയാട്ടോ. എക്സാമ്പിൾ പറയാമേ. ഇന്ത്യ ആർ വിന്നിംഗ് ദ മാച്ച്. ഇന്ത്യ ആർ വിന്നിംഗ് ദ മാച്ച്. എഴുതിയോ? ഇന്ത്യ ആർ വിന്നിംഗ് ദ മാച്ച്. ഇൻ സ്പോർട്സ് കോണ്ടെക്സ്റ്റിൽ കൺട്രി നെയിംസ് എപ്പോഴും പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നു.
ഒരു പ്ലൂറൽ വെർബിന്റെ ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഇത് സാധാരണമാണ്. അമേരിക്കൻ ഇംഗ്ലീഷിൽ ഇച്ചിരി ചേഞ്ചസ് ഉണ്ട്. നമുക്ക് ഇത് അറിഞ്ഞാൽ മതി കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ വരുന്നത് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. നെക്സ്റ്റ് കുറച്ചും കൂടി എക്സാമ്പിൾസ് തരാം. അതും കൂടി എഴുതുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇംഗ്ലണ്ട് ആർ പ്ലേയിങ് വെൽ ഇൻ ദ ടൂർണമെന്റ്. England are playing well in the tournament. എഴുതിയോ? Okay, next one. Brazil are favorites to win the match. Brazil are favorites to win the match. Brazil are favorites to win the match. The next one. Australia are leading the series. Australia are leading the series. The next one. Germany have a strong defense. Germany have a strong defense. The next one. Spain are favorites to win the upcoming tournament. Spain are favorites to win the upcoming tournament. ഒന്നുകൂടെ പറയോ? ഏത് ഈ എക്സാമ്പിൾ ആണോ? ലാസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ ആണോടാ? അതെ. Spain are favorites to win the upcoming tournament. എഴുതിയോ? ഞാനൊരു 2 ക്വസ്റ്റ്യൻ തരാട്ടോ നിങ്ങൾക്ക്, പ്രാക്ടീസ് പോലെ, ഒരു പ്രാക്ടീസ് സെന്റൻസ് പോലെ. അതിന്റെ ആൻസർ നിങ്ങൾ പറയണേ. ഞാൻ പറയാം. ആദ്യം എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. റൂൾ നമ്പർ 23-ഉം 24-ഉം കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടാ. ഒരു 2 എക്സാമ്പിൾ പറയാം. അതിന് ആൻസർ എന്താ നിങ്ങൾ പറയണം. വാട്ട് ദ ടീച്ചേഴ്സ്, നമ്പർ 1, ഇത് പ്രാക്ടീസ് സെന്റൻസ് ആണ് കേട്ടോ. വാട്ട് ദ ടീച്ചേഴ്സ് suggested, what the teachers suggested dash ബ്രാക്കറ്റില് ഹെൽപ്പ്, ബ്രാക്കറ്റില് ഹെൽപ്പ്. The students stay focused. The students stay focused. ആ ഡാഷില് എന്താ വരുന്നേ? ബ്രാക്കറ്റില് ഹെൽപ്പ് ആണല്ലോ. സോ അവിടെ ആ ഡാഷിൽ എന്താ വരുന്നത് നിങ്ങൾ എഴുതണം കേട്ടോ. നല്ലോണം മനസ്സിലാക്കിയിട്ട് അത് റൂൾ നമ്പർ 23 ആണോ ഏതാണ് റൂൾ എന്നൊന്ന് നോക്കിയിട്ട് ഒന്ന് എഴുതണേ അതിന്റെ ആൻസർ. നെക്സ്റ്റ് വൺ. ബ്രസീൽ ഡാഷ് ബ്രാക്കറ്റില് പ്ലേ, ബ്രാക്കറ്റില് പ്ലേ വെരി വെൽ ഇൻ ദ ടൂർണമെന്റ് ലാസ്റ്റ് നൈറ്റ്. ബ്രസീൽ ഡാഷ് ബ്രാക്കറ്റില് പ്ലേ വെരി വെൽ ഇൻ ദ ടൂർണമെന്റ് ലാസ്റ്റ് നൈറ്റ്. ആരെങ്കിലും ഒരാൾ ഈ രണ്ടിന്റെയും ആൻസർ പറയോ? ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? വാട്ട് ദ ടീച്ചേഴ്സ് സജസ്റ്റഡ് ഡാഷ് ബ്രാക്കറ്റില് ഹെൽപ്പ് the students stay focused. അതിന്റെ ആൻസർ ആരെങ്കിലും പറയോ? അപ്പൊ മനസ്സിലായില്ല അല്ലേ? ഓക്കെ, അതിന്റെ ആൻസർ പറയൂ സുജന. ഹെൽപ്സ്. ഓക്കെ ഹെൽപ്സ് ആണ്. വെരി ഗുഡ്. നെക്സ്റ്റ്. ബ്രസീൽ ആർ ബ്രാക്കറ്റിൽ ഒരു പ്ലേ തന്നിട്ടുണ്ടായിരുന്നു.
Okay, ma'am. Ma'am. Okay. Yeah. മാം ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, സെക്കൻഡ് വൺ ബ്രസീൽ ആർ പ്ലേയിങ്, അതിന്റെ ആൻസർ മാം പറഞ്ഞുതരൂ. ക്വസ്റ്റ്യൻ പറയൂ, ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ. ഇതില് ഇനി എടുക്കാത്തത് 15 and 16 ആണ്. അത് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഐഷത്ത് മനസ്സിലാവുന്നുണ്ടോ? 15 and 16 പ്രത്യേകിച്ച് ഒന്നും അതിൽ പറയാനില്ല അല്ലെ. Nouns such as barracks, crossroads, gallops, headquarters എന്നൊക്കെ പറയുന്ന കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, nouns തന്നിട്ടുണ്ട്. അതെല്ലാം എന്താണ്, പ്ലൂറലോ സിംഗുലറോ ആകാം അല്ലെ. ഹെഡ്ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നാണെങ്കിൽ അത് പ്ലൂറൽ ആയിരിക്കും അല്ലെ, പ്ലൂറൽ വെർബ് യൂസ് ചെയ്യേണ്ടി വരും. ഹെഡ്ക്വാർട്ടർ ആണെങ്കിൽ സിംഗുലർ വെർബ് യൂസ് ചെയ്യേണ്ടി വരും. That's all. Okay. And the 16th one is already പഠിച്ചതാണ് അല്ലെ. എന്തൊക്കെയാണ് യൂസ്, മാത്തമാറ്റിക്സ്, ഇതെല്ലാം സിംഗുലർ ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. സോ അത് സിംഗുലർ വേർബാണ് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? 15 16 മനസ്സിലായോ? സിമ്പിൾ ആണ്. ബ്രസീൽ മാം അത് ഡാൻസ് ആണ്. ഇവിടെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആറോ ഈസോ വരണമെന്നാണോ? ആണോ? അങ്ങനെയാണോ? മാം അവിടെ ആറാ വരുന്നത്, അപ്പൊ ബ്രാക്കറ്റിൽ പ്ലേ ഉണ്ടല്ലോ. അപ്പൊ 6 വരുമ്പോ പ്ലേ എന്താകും? പ്ലെയിൻ. പ്ലേ ആണ്, പ്ലേ. ബ്രസീൽ ആർ പ്ലേയിങ്. Playing very well in the tournament last night. Playing വരില്ല. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സെന്റൻസ് വായിച്ചു നോക്കിയൊന്ന്. സെന്റൻസിന്റെ മീനിങ് എന്താണ്? ബ്രസീൽ ലാസ്റ്റ് നൈറ്റ് ടൂർണമെന്റ് നല്ലപോലെ കളിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തൊക്കെ വരണം, എന്തൊക്കെ വരാൻ പാടില്ല? അത് ഏത് ടെൻസാണ്? നമ്മൾ ആർ യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല. നോ മാം, യൂസ് ചെയ്യാറില്ല. അപ്പൊ വെർബിന് എന്താ വരണ്ടേ? ing form. മാം ക്ലിയർ ആയില്ല, എന്തായാലും പ്ലേസ് ആണോ? ഇപ്പൊ പാസ്റ്റ് ടെൻസില് വെർബ് എന്തായിരിക്കും, ഏത് ഫോം ആയിരിക്കും വരാ? പ്ലേഡ്. V3 ഫോം അല്ലെ, V3 അല്ല V2 ഫോം വരും. ഓക്കെ, അപ്പൊ ബ്രസീൽ played very well in the tournament last night. That's all. അവിടെ ഓക്സിലറീസ് ഒന്നും വേണ്ട, പ്ലേ എന്തായി പ്ലേഡ് ആയിട്ട് മാറി, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇതിലില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സെന്റൻസ് മനസ്സിലാക്കി വെക്കുക, ഏത് ടെൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യുക, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ ഓക്സിലറീസ് ആണെങ്കിലും വേർബ് ആണെങ്കിലും ആഡ് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ? മാം ഈ ഒരു എക്സാംഷൻ നോക്കിയപ്പോ ഒരു സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എനിക്കൊരു ഡൗട്ട് വന്നു. ഇങ്ങനെ മിക്ക ഇംഗ്ലീഷില് ഇങ്ങനെ മിക്ക ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ബ്രാക്കറ്റിൽ വെർബ് തന്നിട്ട് അതിന്റെ ഫോംസ് കണ്ടുപിടിക്കാം. അത് നിങ്ങൾ ബ്രാക്കറ്റിൽ തരുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, ആ വെർബ് തന്നെ ഏത് ഫോം ആയിരിക്കും അവിടെ വരിക, അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യുക, സെന്റൻസ് വായിച്ചു നോക്കുക, അതിന്റെ മീനിങ് മനസ്സിലാക്കുക, ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, then you can add the right verb form. Okay, clear? ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കഴിഞ്ഞു പോയൊരു കാര്യമാണ് അല്ലെ. ഇറ്റ്സ് എ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ വെരി വെൽ ഇൻ ദ ടൂർണമെന്റ് എന്നാണെങ്കിൽ ലാസ്റ്റ് നൈറ്റ് ഇല്ല എങ്കിൽ എന്ത് വരണം, എന്ത് വരാം? അവിടെ ലാസ്റ്റ് നൈറ്റ് ഇല്ല, ബാക്കി എല്ലാ സെൻസും ഉണ്ട്. നമുക്കപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് വേണമെങ്കിൽ പറയാം. ബ്രസീൽ ആർ പ്ലേയിങ് വെരി വെൽ. ബ്രസീൽ ആർ പ്ലേയിങ് വെരി വെൽ ഇൻ ദ ടൂർണമെന്റ്. ടൂർണമെന്റിൽ നന്നായിട്ട് കളിക്കുകയാണ് എന്നും പറയാം.
ടൂർണമെന്റ് നന്നായിട്ട് കളിക്കുന്നു എന്നും പറയാം. ബ്രസീൽ പ്ലേസ് വെരി വെൽ ഇൻ ദ ടൂർണമെന്റ്. അതിലും ഏറ്റവും ബെറ്റർ പ്ലേയിങ് ആണ് കേട്ടോ. ഓക്കെ, എപ്പോഴും അങ്ങനെ കണ്ടിന്യൂസ് ആയിരിക്കും ഉള്ള കാര്യം, പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ സെന്റൻസ് അതിന്റെ മീനിങ് മനസ്സിലാക്കുക, അതിനുശേഷം മാത്രം വെർബ് ആഡ് ചെയ്യാം. അതുകൊണ്ടാണ് ടെൻസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായോ? നിങ്ങൾ എത്ര ഏത് ചാപ്റ്റേഴ്സ് പഠിച്ചാലും ടെൻസ് ഓർമ്മ വേണം. ടെൻസ് റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ പല പ്രാവശ്യം ടെൻസ് നോക്കി പഠിക്കുക. കാരണം കഴിഞ്ഞ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു പാസ് ഔട്ട് ആയപ്പോ ഏതൊരു ബാച്ചിലാണ് ചോദിച്ചത്, എനിക്ക് ഇപ്പൊ ഓക്കെ ആണ്, ഇംഗ്ലീഷിൽ സംസാരിക്കാനൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്, പക്ഷെ സംസാരിക്കുന്ന ടൈമിൽ കൺഫ്യൂഷൻ വരുന്നു. ഞാൻ ആലോചിക്കുകയാണ്, ഒരുപാട് ആലോചിക്കുന്നു, എന്ത് സംസാരിക്കണം, എങ്ങനെയാണ് അത് കറക്റ്റ് ആണോ, അവിടെ യൂസ് ചെയ്യുന്നത് കറക്റ്റ് ആണെന്നൊക്കെ ആലോചിക്കുന്നു എന്ന് പറയാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ടെൻസ് എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി, കുറച്ച് നാളായല്ലോ ടെൻസ് ചാപ്റ്റർ കഴിഞ്ഞിട്ട്. അതിനുശേഷം ഒരുപാട് പോർഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ എന്താ ചെയ്യാ? ടെൻസ് നോക്കില്ല, ടെൻസ് അറിയാമെന്ന് വിചാരിച്ച് ടെൻസിന്റെ ചാപ്റ്റർ നിങ്ങൾ എടുക്കില്ല, ഒട്ടും നമ്മൾ റിമൈൻഡ് പോലും ചെയ്യില്ല. സോ ലാസ്റ്റ് ആകുമ്പോ ഈ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ എന്താ ചെയ്യണ്ടേ? എല്ലാ ദിവസവും ടെൻസ് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അങ്ങോട്ട് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആയാൽ പോലും ടെൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഒരു സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കണമെങ്കിലും, അതായത് ഏതൊക്കെ വേർബ് എവിടെയൊക്കെ ഏതൊക്കെ ഓക്സിലറീസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്ന് അറിയണമെങ്കിലും നമ്മൾ ടെൻസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മുടെ ഡേ ടു ലൈഫ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വേണ്ടത് ടെൻസ് ആണ്, അല്ലെ? വൊക്കാബുലറി ആണ്, ടെൻസ് വേണം, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സംസാരിക്കാൻ പറ്റും. സോ ടെൻസ് എപ്പോഴും പഠിച്ചു വെക്കുക, നന്നായിട്ട് പഠിക്കുക, കണ്ടിന്യൂസ്ലി പഠിക്കുക. എന്നാൽ മാത്രമേ ഓരോ സെന്റൻസ് ആണെങ്കിൽ വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. അത് ഇവിടെ ഇങ്ങനെയല്ലോ, ഇങ്ങനെയല്ലേ വരേണ്ടത്, കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ടെൻസിനെ കുറിച്ച് ഒരു ബോധം വേണം. ഓക്കെ, അതുകൊണ്ട് ടെൻസ് ഒരിക്കലും മറക്കാൻ പാടില്ല കേട്ടോ. ചാപ്റ്റർ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ആർട്ടിക്കിൾ ആൻഡ് കോൺവേർഡ് ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കാം. കോൺവേർഡ് നിങ്ങൾ ഇത് കാണുമ്പോൾ കൺഫ്യൂഷൻ വരണ്ട. എക്സാമിന്റെ ടൈമിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയ കോൺവേർഡ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എക്സാമിന് വേണ്ടി അത് മാത്രം പഠിച്ചാൽ മതി, പക്ഷേ നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാനിപ്പോ എക്സാമിന്റെ ടൈമിൽ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയത് മാത്രം പറഞ്ഞു തരും. അത് വിചാരിച്ചിട്ട് നിങ്ങൾ അത് മാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. എല്ലാം നമ്മൾ പഠിക്കുന്ന എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോ ഇതിന്റെ മോക്ക് ടെസ്റ്റ് നമുക്ക് നാളെ അപ്ലോഡ് ചെയ്യും കേട്ടോ, അറ്റൻഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ അത്യാവശ്യം പോർഷൻസ് ഇപ്പൊ കവർ ചെയ്തിട്ടുണ്ട്. 2, 3, 4, 5, 6, 7, 8, 10 ഇത്രയും കംപ്ലീറ്റ് ചെയ്തു. ഇനി 9, 11, 12 പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ചില ഓൾറെഡി നമുക്ക് ടെൻസ് പഠിച്ചുകൊണ്ട് ആ പാർട്ടിസിപ്പിൾ ആണ്. 13, 14, 15, 16, 17 നമ്മൾ പൊതുവെ എടുക്കാറില്ല. അണ്ടർസ്റ്റാൻഡിംഗ് സ്പെല്ലിംഗിന്റെ ചാപ്റ്ററിൽ നിന്ന് പൊതുവെ പുറത്തുനിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. സ്പെല്ലിംഗ് കറക്റ്റ്ലി സ്പെല്ലിംഗും അല്ലെങ്കിൽ മിസ്സ്പെൽഡ് സ്പെല്ലിംഗ്സും ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോ നാളെ മോക്ക് ടെസ്റ്റ് ഉണ്ടാകും, അറ്റൻഡ് ചെയ്യാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഒരു ടോപ്പിക് പ്രസന്റേഷൻ ചെയ്യാം കേട്ടോ. കാരണം ഇംഗ്ലീഷ് നിങ്ങൾ സംസാരിക്കുക ഇപ്പൊ കുറവാണ്, സോ ഇംഗ്ലീഷ് സംസാരിക്കണം കേട്ടോ. ഓക്കെ, സോ ടോപ്പിക് പ്രസന്റ് ചെയ്യാലോ? റെഡി അല്ലേ? നിങ്ങൾക്ക് സജഷൻ ഉണ്ടോ? ഏത് ടോപ്പിക് വേണം? Any suggestion? ഞാൻ പ്രത്യേകിച്ച് സജഷൻസ് ഒന്നുമില്ല. ഓക്കെ, ടോപ്പിക് സപ്പോസ് നമ്മുടെ നിങ്ങൾ ക്ലാസ്സിലാണ് എന്ന് വിചാരിക്കുക, നിങ്ങൾ ടീച്ചറാണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, മനസ്സിലായോ? തീം മനസ്സിലായോ? ക്ലാസ്സിലാണ്, നിങ്ങൾ ടീച്ചറാണ്, നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കുട്ടികളുണ്ട്, കുഞ്ഞു കുട്ടികളാണ്, LKG സ്റ്റുഡൻസോ ഒക്കെ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോ അവർക്ക് പഠിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് അവർ പഠിപ്പിക്കുക? നമ്മൾ പൊതുവെ ആൽഫബറ്റ്സ് അല്ലേ? KG സെക്ഷനിലെ ആൽഫബറ്റ് സൗണ്ട് വേർഡ് അങ്ങനത്തെ ഒക്കെ അല്ലേ? ആൽഫബറ്റ്സ് ആണ്, സൗണ്ട്സ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ?
അത് നിങ്ങൾ പോയി പഠിക്കും. കറക്റ്റ് ആൽഫബറ്റ്സ് എങ്ങനെയാണ്, അതിന്റെ സൗണ്ട്സ് എങ്ങനെയാണ്, ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നോക്കിയിട്ട് വരും. എന്നിട്ട് ക്ലാസ്സിൽ ഇതുപോലെ തന്നെ പ്രസന്റ് ചെയ്യും. ആസ് എ ടീച്ചർ, ആസ് എ മോണ്ടിസോറി ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ ആ ഒരു ആൽഫബറ്റ്സിനെ കുറിച്ച് ഒന്ന് പഠിക്കും. ഓക്കെ, അതിന്റെ സൗണ്ട്സും അതിന്റെ കുറച്ച് വേർഡ്സും എല്ലാം ആയിട്ട് വരും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ടീച്ചറായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ക്ലാസ് എടുക്കാം. എന്ത് വേണമെങ്കിലും എന്ത് പ്രോപ്പർട്ടീസ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ക്യാമറ ഓൺ ചെയ്യുക. സോ എല്ലാവരും നല്ല രീതിയിൽ വെൽ ഡ്രസ്ഡ് ആയിട്ട് വരാം. ക്യാമറ ഓൺ ചെയ്ത് ആസ് എ ടീച്ചർ, നിങ്ങൾ ടീച്ചർ ആണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം കേട്ടോ. നിങ്ങൾ ടീച്ചർ ആണ് എന്ന ചിന്തയോട് കൂടി നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലാസ് എടുക്കാൻ റെഡി ആയിട്ട് വരും. ഓക്കെ, ഓക്കെ ആണല്ലോ? ഇനി ആരും ജോയിൻ ചെയ്യാതിരിക്കരുത്. ഓക്കെ, ടോപ്പിക് പ്രസന്റേഷൻ ആണ് എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യാതിരിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കുള്ളൂ, റിഗ്രറ്റ് ചെയ്യേണ്ടി വരും പിന്നീട് എപ്പോഴെങ്കിലും ആലോചിച്ച്. ഓക്കെ, സോ നിങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. സൈൻ ഔട്ട് പറയാം. സൈൻ ഔട്ട് ആരാ സൈൻ ഔട്ട് പറയാം? ഞാൻ പറയാം മാം. Good morning everyone. I am Rehana and it's my pleasure to deliver the sign out for today's class about concords. I just wanted to say thank you ma'am for your class. Thank you. Have a good day. Okay, so thank you all. See you next class. Thank you, Next ma'am. class, bye. Okay, bye. Thank you, ma'am.